ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗവിയുടെ അടുത്തുള്ള വള്ളക്കടവ് എന്ന് പറയുന്ന ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്റ്റേ ആയിട്ടുള്ള ജംഗിൾ ക്യാമ്പിലെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ഉടനെ തന്നെ നെക്സ്റ്റ് ഒരു ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയൊരു ചായ എല്ലാം കുടിച്ചിട്ട് ഇതിന് തൊട്ടടുത്തുള്ള മാനമുട്ടി മലയിലേക്കാണ് ട്രെക്കിംഗ്. നമ്മൾ ഈ കാണുന്ന ഒരു റിവർ എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്നതാണ്. അതായത് ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ ഫസ്റ്റ് വെള്ളം വരുന്നത് ഈ ഒരു പാലത്തിൻ്റെ താഴെ കൂടി ഒഴുകുന്ന ഈ ഒരു നദിയിലൂടെയാണ്. എന്തായാലും നമ്മൾ ട്രെക്കിംഗ് തുടങ്ങിയ ഒരു ടൈമിൽ ചെറിയ രീതിയിൽ മഴയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മാനമുട്ടി മലയുടെ ടോപ്പിൽ ചെല്ലുമ്പോഴേക്കും നല്ല രീതിയിൽ കോട കിട്ടാനായിട്ടുള്ള ചാൻസും ഉണ്ട്. എന്തായാലും നല്ല കോടയും മഞ്ഞും മഴയും വെയിലും ഒരുപാട് അനിമൽസും ഒക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പുറകെ പറയാം. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ ചെറിയൊരു റിവർ ഇവിടെ ഒഴുകുന്ന കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട മുല്ലപ്പെരിയാറിലെ ആ ഒരു റിവറല്ല, ഇത് ശരിക്കും നമ്മുടെ കൊച്ചുപമ്പ ഡാമിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് റോട്ടിലൂടെ കുറച്ചധികം ദൂരം നമ്മൾ മഴയെല്ലാം കൊണ്ട് ചെറിയ വാട്ടർഫോൾസിൻ്റെയും സ്ട്രീംസിൻ്റെ എല്ലാം കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മളിനി മാനമുട്ടി മലയിലേക്ക് കയറുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഗൈഡ് വിഷ്ണു ഒന്ന് ചെറുതായിട്ട് തെന്നിയതാണ്. കാരണം നല്ല രീതിയിൽ മഴയെല്ലാം പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പുല്ലെല്ലാം നല്ലപോലെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ചവിട്ടുമ്പോൾ ഇതുപോലെ തെന്നി വീഴാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. ഈ മാനമുട്ടി മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ല ഹൈറ്റിലാണ് ഈ ഒരു മലയുടെ ടോപ്പ് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ നേരത്തെ കണ്ട ആ റോട്ടിൽ നിന്ന് ഈ ഒരു മല കയറി തുടങ്ങി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നത് വരെ നല്ല രീതിയിൽ കുത്തനെയായിട്ടുള്ളൊരു കയറ്റമാണ്. അങ്ങനെ ഈ കയറ്റം കയറി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന മ്ലാവുകളാണ്. ഈ കാണുന്ന ഒരെണ്ണം മാത്രമല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 നിൽക്കുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള കോടയും മഴയും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടൊന്നും വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ പോയിട്ട് ശരിക്കും നമ്മുടെ കണ്ണിന് കാണാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മ്ലാവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് തൊട്ടിപ്പുറത്തെ മലയിലേക്ക് നോക്കിയപ്പോൾ അവിടെ 2 കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നൊരു ഐറ്റം ഇത് കാട്ടുപോത്താണോ അതോ കാട്ടിയാണോ എന്നുള്ളൊരു തർക്കം കുറേ നാളായിട്ട് നിലവിലുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് യഥാർത്ഥ കാട്ടുപോത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതോടുകൂടി തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനമാവും എന്നുള്ളത് കൺഫേമാണ്. അപ്പോൾ എന്തായാലും അടുത്ത വരുന്ന വീഡിയോ ആരും കാണാനായിട്ട് മറക്കണ്ട. അങ്ങനെ നമ്മൾ വീണ്ടും മല കയറി തുടങ്ങിയപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പിടിയാനയാണ്. സാധാരണഗതിയിൽ കൊമ്പനാനകളാണ് ഇതുപോലെ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ പിടിയാനകളും ഒറ്റയ്ക്ക് നിൽക്കാറുണ്ട്. ഒന്ന്, ഇവർ ഡെലിവറിയുടെ ഒരു ടൈം എടുക്കുമ്പോൾ മറ്റ് ആനക്കൂട്ടത്തിൻ്റെ ഒപ്പം നടന്ന് നീങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് കാണാറുണ്ട്. 2, എന്തെങ്കിലും രീതിയിൽ അപകടം പറ്റിയിട്ടുള്ള ആന മറ്റ് ആനകളുടെ ഒപ്പം നടക്കാനോ ഓടാനോ ഒന്നും പറ്റാത്ത തരത്തിൽ നിൽക്കുന്ന ആനകളും ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് കാണാറുണ്ട്. പിന്നെ 3-മത്തേത് വയസ്സായിട്ടുള്ള ആനകളാണ്. ഈ തീരെ വയസ്സായിട്ടുള്ള ആനകളാണെന്നുണ്ടെങ്കിൽ തൻ്റെ കൂട്ടത്തിലുള്ള ആനകളുടെ ഒപ്പം അവർ നടക്കുന്ന അതേ സ്പീഡിലൊക്കെ എത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ഒറ്റപ്പെട്ട് നിൽക്കാറാണ് പതിവ്. അങ്ങനെ നമ്മൾ ഈ ഒരു മലയുടെ ടോപ്പിലേക്ക് എത്തുമ്പോൾ ഇതുപോലൊരു ക്യാമറ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഈ ഒരു മലയുടെ ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് മുല്ലപ്പെരിയാർ ഡാം നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം നിരീക്ഷിക്കുന്നതിനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ക്യാമറയാണ്. പക്ഷേ ഇത് ശരിക്കും വെച്ചിരിക്കുന്നത് ഈ മാനമുട്ടി മലയുടെ ടോപ്പിലോ ഇതിൻ്റെ പ്രദേശങ്ങളിലോ ഒക്കെ എന്തെങ്കിലും തീപിടുത്തമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ട്രെക്ക് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ്. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നമുക്ക് പലർക്കും വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ നടന്നു വന്നപ്പോഴേക്കും കോട ഉണ്ടായിരുന്നു, എന്നാൽ ഈ ആനകളെ കാണുമ്പോഴേക്കും കോടയില്ല. ഈ മാനമുട്ടി മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും ഈ പറയുന്ന കോട തന്നെയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഇതിനു മുമ്പത്തെ നമ്മുടെ ജംഗിൾ ക്യാമ്പിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും, നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഇവിടെ കോട കയറും. ഇപ്പോൾ ഈ ഒരു വിഷ്വൽ കാണുമ്പോഴേക്കും ചെറിയ രീതിയിൽ കോട വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അങ്ങനെ കുറച്ചുകൂടി നമ്മൾ മുകളിലേക്ക് കയറി എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് നമ്മൾ നേരത്തെ കണ്ട അതേ പിടിയാന തന്നെയാണ്. നേരത്തെ നമ്മൾ മല കയറി തുടങ്ങിയപ്പോൾ തന്നെ കണ്ടതായതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസിലായിട്ടായിരുന്നു ആൾ നിന്നിരുന്നത്. ഇപ്പോൾ മലയുടെ ടോപ്പിലേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു 100-300 മീറ്ററിനകത്തായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ പറ്റി. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിലെ എല്ലാ പ്രോഗ്രാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് ആനിമൽസിനെ കാണാനായിട്ട് ചാൻസ് ഉള്ളത് ഈ മാനമുട്ടി മലയിലാണ്. കാരണം ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും ഇതുപോലെ കോടയെല്ലാം ഉണ്ടാവുമെങ്കിൽ പോലും മലയുടെ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പല മലനിരകൾ ഇതുപോലെ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ മലയുടെ ഏതെങ്കിലും ഭാഗത്തായിട്ട് എന്തെങ്കിലും അനിമൽസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്പോട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഒരു മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നത് തന്നെയാണ്. കാരണം വളരെ പെട്ടെന്നായിരിക്കും ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. തൊട്ടു മുമ്പ് വളരെ തെളിഞ്ഞു കണ്ടൊരു അന്തരീക്ഷം എത്ര പെട്ടെന്നാണ് കോട മൂടിയെന്ന് നോക്കിയേ. അങ്ങനെ നമ്മൾ മാനമുട്ടി മലയുടെ ഏകദേശം ടോപ്പിലേക്ക് എത്താറായപ്പോഴേക്കും വിഷ്ണു നമ്മൾ നേരത്തെ കണ്ട അതേ ആനക്കൂട്ടം തന്നെ നമ്മുടെ തൊട്ടടുത്തായിട്ട് കണ്ടു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത്തവണത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ആനകളുടെ സൈറ്റിങ്സ് ആയിരിക്കും. 1-2 അല്ല, ഈ ഒരു വീഡിയോയിൽ ഏകദേശം 80% സൈറ്റിങ്സ് എന്ന് പറയുന്നത് ആനകളുടെ തന്നെയാണ്. അപ്പോൾ ആനകൾ മെയ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും ആനകളുടെ പേടിച്ചുള്ള ഓട്ടവും നമ്മുടെ വഴി തടഞ്ഞുള്ള നിപ്പും അങ്ങനെ ഒരുപാട് അടിപൊളി കാഴ്ചകൾ ഈ ഒരു വീഡിയോയിൽ പുറകെ വരാനുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ. കാരണം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനുള്ള ഒരുപാട് വിഷ്വൽസ് ഈ ഒരു വീഡിയോയിലുണ്ട്. അങ്ങനെ നല്ല കോട വന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു മലയുടെ പല ഭാഗത്തായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് മലയുടെ പല ഭാഗങ്ങളിലായിട്ടും ഇതുപോലെ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. എന്തായാലും ഈ ഒരു മലയുടെ ഒരു ചരിവിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഒരുപാട് ആനകൾ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 360 ഡിഗ്രിയിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാണാം, ആനിമൽസിനെയും സ്പോട്ട് ചെയ്യാം. അങ്ങനെ കോടയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പയ്യെ താഴേക്ക് നടന്നിറങ്ങി. അങ്ങനെ നടന്നിറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആനകളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആന ഫാമിലി എന്ന് തന്നെ പറയാം. പക്ഷേ ആന ഫാമിലിയെ വ്യക്തമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഈ കോടയൊന്ന് മാറണം. ഇപ്പോൾ ശരിക്കും കോടയുടെ നടുവിലായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് കാറ്റ് നല്ലപോലെ വീശുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസൻസ് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഒറ്റ നോട്ടത്തിൽ 3 പിടിയാനകളും 2 കുട്ടിയാനയും ഒരു കൊമ്പനുമാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കൊമ്പൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്പിക്കൈ ഉയർത്തി പിടിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ നിൽക്കുന്നതിൻ്റെ സ്മെല്ല് പിടിക്കുന്നതാണ്. ആനകൾക്ക് പൊതുവെ കാഴ്ചശക്തി ഇത്തിരി കുറവാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇവർക്ക് സ്മെല്ല് പിടിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെ സ്മെല്ലിങ്ങിലൂടെ നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ കൊമ്പൻ പയ്യെ സൈഡിലേക്ക് മാറുകയാണ്. ഇതല്ലാതെ ആനകൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സൈഡിലേക്കാണ് കാറ്റ് വീശുന്നതെന്നുണ്ടെങ്കിൽ ആനകൾക്ക് നമ്മുടെ പ്രസൻസ് സ്മെല്ലിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ആന ഫാമിലിയാണ്. ഈ ഒരു ആന ഫാമിലിയിൽ ഈ ഒരു കൊമ്പൻ ഉണ്ടെങ്കിൽ പോലും ഇത് ശരിക്കും ഈ ഒരു കൂട്ടത്തിലെ അംഗമൊന്നും ആയിരിക്കില്ല. സാധാരണ മേറ്റിംഗ് സീസൺ ആകുമ്പോൾ ഇതുപോലുള്ള പിടിയാനക്കൂട്ടത്തിലേക്ക് കൊമ്പന്മാർ കൂടെ വന്ന് ചേരാറുണ്ട്. അപ്പോൾ മേറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ ഈ ഒരു കൂട്ടം വിട്ടു പോകുന്നതും. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ, വലിയൊരു മലയുടെ മുകളിൽ കുറേ ആനകളും അതിൻ്റെ പുറകിൽ കുറച്ച് മരവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കുറേ മലനിരകളും, അങ്ങനെ കിഡിലിനൊരു ആംബിയൻസ് തന്നെയായിരുന്നു ഈ ഒരു കാഴ്ച. നല്ല ഫോട്ടോ എല്ലാം എടുത്ത് വയ്ക്കാൻ പറ്റിയ കിഡിലൻ ഫ്രെയിം. ഈ ഒരു ടൈമിൽ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ ആനകൾക്ക് നമ്മുടെ പ്രസൻസ് നല്ല രീതിയിൽ മനസ്സിലായി. നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയതും അവരോടിയ ഓട്ടം അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു.
അങ്ങനെ ആനയുടെ വാലും പൊക്കിയുള്ള ഓട്ടോ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ക്യാമറയും പൊക്കി നമ്മൾ ഓടുമായിരുന്നു. കാര്യം വേറൊന്നുമല്ല, നെക്സ്റ്റ് സെറ്റ് ആന ദാ നേരെ താഴെ നിൽക്കുന്നുണ്ട്. അവർ ഒരു ചരിവിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മലയുടെ സൈഡിലേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 പിടിയാനയും ഒരു കുട്ടിക്കൊമ്പനുമാണ് ഈ ഒരു കൂട്ടത്തിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ നിൽക്കുന്ന ഈ ഒരു ഫ്രെയിം ഒന്ന് നോക്കി. അങ്ങനെ നമ്മൾ ആനക്കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോൾ നമ്മൾ നേരത്തെ വിചാരിച്ച പോലെ തന്നെ ആനകൾ പെട്ടെന്ന് തന്നെ ഈ ഒരു മലയുടെ ചരിവിലേക്ക് ഇറങ്ങിപ്പോയി. അവർ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോയപ്പോഴേക്കും ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായെങ്കിലും അവർ കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി കുറേ വിഷ്വൽസും കിട്ടി. നമ്മളിപ്പോൾ കാണുന്ന ഈ ആനകളുടെ ഒരു ജാഥ കണ്ടില്ലേ, അവർ താഴേക്ക് ഇറങ്ങിയപ്പോൾ അവരോടൊപ്പം തന്നെ വേറെ 2 കൂട്ടവും കൂടി ജോയിൻ ചെയ്തിട്ട് അവരെ ഒരുമിച്ച് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കൊമ്പൻ തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നത്. ഇവർ ഈ കാണുന്ന മലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി നെക്സ്റ്റ് മറ്റൊരു മലയിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇനി കയറാൻ പോകുന്ന മല കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൂട്ടത്തിലുള്ള എല്ലാ ആനകളെയും ഒരേ ഫ്രെയിമിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഈ ഇടത്തെ സൈഡിൽ കാണുന്ന മലയിൽ നിന്ന് ആനകൾ ഇറങ്ങിയതിന് ശേഷം ആ റൈറ്റ് സൈഡിൽ കാണുന്ന മലയുടെ മുകളിലേക്കാണ് എല്ലാവരും കയറി പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കുഞ്ഞാനയും ഈ ഒരു കൂട്ടത്തിൽ കാണാൻ പറ്റും. എന്തായാലും ഒരുപാട് പിടിയാനകളും കുട്ടിയാനയും ഒരു കൊമ്പനും അങ്ങനെ ഒരുപാട് ആനകൾ നിറഞ്ഞ ഒരു വലിയ ആന ഫാമിലി തന്നെയായിരുന്നു ഇത്. ഈ ഒരു കൂട്ടത്തിൽ ആകെയുള്ള ഒരു കൊമ്പനാണ് ഇതാ ഈ പുറകെ നടന്നു പോകുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിക്കൊമ്പനുണ്ടെങ്കിലും ഏകദേശം ഒരു 15 വയസ്സ് വരെയൊക്കെ മാത്രമാണ് ആ കുട്ടിക്കൊമ്പനെ ഈ ഒരു ഗ്രൂപ്പിൽ അവർ നിർത്താൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു കൊമ്പൻ എന്ന് പറയുന്നത് ഇത് വേറെ ഏതെങ്കിലും ഒരു ആന ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ഇവരോടൊപ്പം ചേർന്നതായിരിക്കണം. സാധാരണ ഏകദേശം 15 വയസ്സ് കഴിയുമ്പോൾ ആനകൾ മെയ്റ്റ് ചെയ്യാനുള്ളൊരു പ്രായമെല്ലാം ആവുന്ന ടൈമിൽ അവർ സാധാരണ കൊമ്പന്മാരെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താറുണ്ട്. അതിന് കാരണം ഈ മദപ്പാട് വരുന്ന ടൈമിൽ ഇതേ കൊമ്പന്മാർ തന്നെ സ്വന്തം കൂട്ടത്തിലുള്ള പിടിയാനകളുമായിട്ട് മെയ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇവർ വളരെ സോഷ്യലായിട്ട് ജീവിക്കുന്ന ആനിമൽസ് ആണെങ്കിൽ കൂടി ഇവരുടെ സ്വന്തം കൂട്ടത്തിൽ നിന്നുള്ള കൊമ്പനെ മെയ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല. സാധാരണ മെയ്റ്റിംഗ് സീസൺ ആകുമ്പോൾ മറ്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന കൊമ്പന്മാരായിരിക്കും ഇവരുടെ ഫാമിലിയിൽ മെയ്റ്റിങ്ങിനായിട്ട് ഇവർ അനുവദിക്കാറുള്ളൂ. നമ്മൾ ഈ കാണുന്ന ഒരു ഫാമിലിയിൽ ഒരുപാട് പിടിയാനകളും ഒരു കൊമ്പനുമാണ് ഉള്ളത്. പക്ഷേ ഈ കാണുന്ന എല്ലാ പിടിയാനകളുമായിട്ട് ഈ ഒരു കൊമ്പൻ മെയ്റ്റ് ചെയ്യാറുമില്ല. നമ്മൾ ഈ കാണുന്നത് കാടാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഇവരും മെയ്റ്റ് ചെയ്യുന്നത് വളരെ സെലക്റ്റീവായിട്ട് മാത്രമാണ്. കൊമ്പനെ പിടിയാന ഒഴിവാക്കുന്നതും അതുപോലെ പിടിയാനെ കൊമ്പൻ ഒഴിവാക്കുന്നതും അങ്ങനെയുള്ള വിഷ്വൽസ് എല്ലാം പുറകെ വരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു പിടിയാന ശരിക്കും ഈ ഒരു കൊമ്പൻ മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിടിയാനയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പിടിയാന ഈ ഒരു കൊമ്പനെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് നടന്നു പോവുകയാണ് ചെയ്തത്. ഇനി പുറകെ വരാനിരിക്കുന്ന വേറൊരു ആന ഫാമിലിയുടെ കാഴ്ചയിൽ പിടിയാന കൊമ്പൻ്റെ നേരെ അപ്രോച്ച് ചെയ്യുമ്പോൾ കൊമ്പൻ പിടിയാനയെ ഒഴിവാക്കിയിട്ട് പോകുന്ന കാഴ്ചയും കാണാൻ പറ്റും. ഈ കാണുന്നൊരു വിഷ്വലിൽ നമ്മുടെ കൊമ്പൻ പിടിയാനയെ വാലിൽ പിടിച്ച് നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു പോവുകയാണ് ചെയ്തത്. എന്തായാലും നമ്മുടെ കൊമ്പനും മാന്യനായതുകൊണ്ട് തന്നെ പിടിയാനയെ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ അത് ഫുഡും കഴിച്ച് നേരെ മുന്നോട്ട് പോയി. ശരിക്കും ഈ ഒരു ആനക്കൂട്ടം നിൽക്കുന്ന ഈ ഒരു മലയിലെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ആനകളാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ളത്. ഇവർ നിൽക്കുന്ന ഈ ഒരു മലയുടെ അപ്പുറത്തെ സൈഡിലേക്കും കുറച്ച് ആനകൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആനകളെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 ആന ഈ ഒരു മലയുടെ മുകളിലുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് തന്നെയാണ് ഈ മാനമുട്ടി മലയുടെ പ്രത്യേകതയും. ആനിമൽസ് ഏത് ഭാഗത്ത് നിന്നാലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ഈ മാനമുട്ടി മല. ആനകൾ മാത്രമല്ല, കരടിയും കടുവയും കാട്ടുപോത്തും അങ്ങനെ കാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒട്ടുമിക്ക ആനിമൽസും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ്. ഇതിനു മുമ്പ് നമ്മൾ മാനമുട്ടി മലയുടെ ടോപ്പിൽ വന്നപ്പോൾ കിട്ടിയ ഒരു കിടിലൻ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-40ഓളം വരുന്ന കാട്ടുപോത്തുകൾ, അതായത് നമ്മുടെ കാട്ടികൾ ഈ കാണുന്ന പുല്ല് ഇങ്ങനെ വകഞ്ഞു മാറ്റി നേരെ മുകളിലേക്ക് കയറി പോകുന്നൊരു വിഷ്വലായിരുന്നു. എന്തായാലും ഇത്തവണ വന്നപ്പോൾ നമുക്ക് കാട്ടുപോത്തിനെ അല്ലെങ്കിൽ കാട്ടിയെ അധികം കിട്ടിയില്ലെങ്കിൽ പോലും ആനകൾ ഈ കാണുന്ന പുല്ലുകളിലൂടെ കയറി പോകുന്നതിന് വിഷ്വൽ നല്ല ഭംഗിയായിട്ട് കിട്ടിയിരുന്നു. നമ്മൾ ഈ കാണുന്ന മലയുടെ ടോപ്പിൽ ഒരു കൊമ്പൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. സാധാരണ ഈ മേറ്റിംഗ് സീസൺ ഒഴികെ പൊതുവെ ഈ കൊമ്പന്മാരെപ്പോഴും ഇതുപോലെ ഒറ്റയ്ക്കാണ് നടക്കാറുള്ളത്. നേരെ മറിച്ച് മേറ്റിങ്ങിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ ഇതുപോലെ ഒരു ആനക്കൂട്ടത്തിൻ്റെ കൂടെ ഇവർ വന്ന് ജോയിൻ ചെയ്യുകയാണ് പതിവ്.
അങ്ങനെ കുറേ നേരം നിന്ന് ആനകളുടെ കാഴ്ചകളെല്ലാം മതിയാവോളം കണ്ടതിന് ശേഷം നമ്മൾ ട്രെക്കിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. സാധാരണ ഈ ഒരു മലയിൽ നമ്മൾ എപ്പോൾ കയറി കഴിഞ്ഞാലും ഏതെങ്കിലും അനിമൽസിനെയൊക്കെ ആയിട്ട് കാണാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഇത്തവണ നമ്മൾ ഈ ഒരു മല കയറിയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആനയെ മാത്രമാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 കാട്ടുപോത്തിനെയും കിട്ടിയിരുന്നു. അപ്പോൾ സാധാരണ ഇവിടെ മുകളിൽ വരുമ്പോൾ നമുക്ക് കരടിയോ അല്ലെങ്കിൽ ടൈഗറിനെയൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ കാണാനായിട്ട് കുറച്ച് നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സീനാണ് ഈ കാണുന്നത്. ശരിക്കും ഈ ഒരു മലയുടെ മുകളിൽ ഈ കാണുന്ന സീനറി എല്ലാം കണ്ട് എത്ര നേരം ഇരുന്നാലും നമുക്ക് മതിയാവില്ല. ഇത് ശരിക്കും ഒരു മുട്ടക്കുന്നായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ വെള്ളം നമ്മളിവിടെ വരുമ്പോഴേക്കും കയ്യിൽ കൊണ്ടുവരണം. അതല്ല എങ്കിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് ചെറിയ ചെറിയ ഉറവകൾ കാണാൻ പറ്റും. അത്യാവശ്യ ഘട്ടത്തിൽ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഉറവുകളിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വെള്ളം കുടിക്കാനും പറ്റും. ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ. എന്തായാലും കുറേ നേരമായിട്ട് നമ്മൾ എന്തെങ്കിലും അനിമൽസിനെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമിൽ ഇതാ പെട്ടെന്നാണ് കോട വന്ന് ഇവിടെ കയറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മലയിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രതിഭാസം എന്ന് പറയാം. നല്ല തെളിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നായിരിക്കും ഇതുപോലെ ഈ കോട വന്ന് ഇവിടെ മൂടുക. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് താഴെ നിൽക്കുന്ന ഒരു ആനക്കൂട്ടമാണ്. താഴെ ആ ഒരു മലയുടെ പല ഭാഗത്തായിട്ട് ഇതുപോലെ മരങ്ങളുടെ തണലിലായിട്ടൊക്കെയാണ് ഈ ആനകൾ നിൽക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ആനകളുടെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോൾ നമ്മുടെ കണ്ണിലുടക്കിയ ഒരു വെറൈറ്റി കാഴ്ചയാണ്. വേറൊന്നുമല്ല, ഈ കാണുന്ന ഒരു ബേർഡ്. നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ ജംഗിൾ ക്യാമ്പ് പോകുന്നപ്പോഴും ഇതേ ബേർഡിനെ തന്നെ നമ്മൾ കണ്ടിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാറ്റിനെതിരായിട്ട് ഇതിങ്ങനെ പറന്ന് നിൽക്കും. അതായത് ചിറകെല്ലാം അടിച്ച് ആ ഒരേ പോയിന്റിൽ തന്നെ അനങ്ങാതെ, നമ്മൾ ശരിക്കും ഒരു ഡ്രോൺ എന്നൊക്കെ പറയാം, ആ ഒരു രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കറക്റ്റ് ഒരേ പൊസിഷനിൽ ഒരുപാട് നേരം ഇതിങ്ങനെ നിൽക്കും. അങ്ങനെ അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴാണ് ആ മലയുടെ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു കൊമ്പൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. ആ ഒരു കൊമ്പൻ മാത്രമല്ല, ഈ കാണുന്ന കൊമ്പനും നമ്മുടെ ഈ ഒരു മലയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും ഇവർ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 മീറ്റർ മാത്രമാണ്. ഈ ഒരു മലയിൽ ഇപ്പോൾ ഇത്രയധികം ആനകളുടെ സൈറ്റിങ്സ് വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആനകൾക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ്, അതായത് ഈ കാണുന്ന പുല്ലിൻ്റെ ഒരു പ്രസൻസ് തന്നെയാണ്. ആനകൾ മാത്രമല്ല, കാട്ടുപോത്തും മ്ലാവും അങ്ങനെ സസ്യബുക്കുകളായിട്ടുള്ള ഒരുവിധപ്പെട്ട അനിമൽസ് എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട കാട്ടുപോത്തും ആനയും ഇപ്പോൾ ഏകദേശം ഒരു 50 മീറ്ററിനകത്തുള്ളൊരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. രണ്ടു കൂട്ടരും സസ്യബുക്കുകളായതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇവർ തമ്മിൽ അങ്ങനെ ഫൈറ്റ് വരാറില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, മ്ലാവിനെ കണ്ട് പേടിച്ചോടുന്ന ഒരു കൊമ്പൻ ആന. അത് ഓട്ടം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു 1.5 ഓട്ടം തന്നെയായിരുന്നു. എന്തായാലും അതിൻ്റെ വിഷ്വലൊക്കെ പുറകെ വരുന്നുണ്ട്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷ്വൽ വരാൻ പോകുന്നത്. അതായത് പിടിയാന മേറ്റിങ്ങിനായിട്ട് കൊമ്പനാനയെ അപ്രോച്ച് ചെയ്യുന്നതും ആ പിടിയാനയെ ഒഴിവാക്കി പോകുന്ന കൊമ്പനാനയും. ഈ കൊമ്പൻ നേരത്തെ ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നതല്ല. കുറച്ചു മുമ്പ് ആ ഒരു മല ഇറങ്ങി വന്ന് ഇവർ നിന്ന് ആ ഒരു ഏരിയയിലേക്ക് വന്നതാണ്. ആ കൊമ്പൻ അവിടെ നിന്ന് പുല്ല് തിന്നുന്ന സമയത്ത് മെയ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് ആ പിടിയാന റിവേഴ്സ് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
പിടിയാന മേറ്റ് ചെയ്യാനായിട്ട് കുറേ ശ്രമിച്ചെങ്കിലും നമ്മുടെ കൊമ്പൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പുള്ളിയുടെ കാര്യം നോക്കി മുന്നോട്ട് പോയി. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും. ഇവർ മൃഗങ്ങളാണെങ്കിൽ പോലും വളരെ സെലക്റ്റീവായിട്ട് മാത്രമാണ് ഈ മേറ്റിങ്ങിനായിട്ട് ഇണയെ തിരഞ്ഞെടുക്കുന്നത് പോലും. നമ്മൾ ഈ നിൽക്കുന്ന മല ശരിക്കും ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ വെയിലുള്ള സമയത്ത് നല്ല രീതിയിൽ ചൂടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് താഴെ നിൽക്കുന്ന ഈ പിടിയാനയും കുട്ടിയാനയും ചെളി വാരി മേത്തെറിയുന്നത്. അങ്ങനെ കുറച്ചു നേരം കൂടി നമ്മളവിടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് രസകരമായിട്ടുള്ള ഈ ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ശരിക്കും ഈ ഒരു വിഷ്വലിൽ ഈ ഒരു മ്ലാവ് ഓടുന്നത് മാത്രമല്ല നമ്മൾ കാണുന്നത്. പക്ഷേ ഈ മ്ലാവിനെ കണ്ട് പേടിച്ച് ഒരാളുകൂടെ ഓടുന്നുണ്ട്. വേറെ ആരുമല്ല, അവിടെ നിന്നിരുന്ന ഒരു കാട്ടാനയാണ്. കാട്ടാന എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പൻ തന്നെ. ഈ ഒരു മ്ലാവ് ഓടുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ആന നിന്ന ഏരിയയിലേക്ക് തന്നെയാണെങ്കിലും അത് ആനയെ പേടിച്ച് ഓടിപ്പിക്കാൻ വേണ്ടിയാണ് ഓടിയതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മ്ലാവ് ഓടി വരുന്നത് കണ്ടിട്ട് ആ ഒരു കൊമ്പൻ്റെ ഓട്ടം കണ്ടില്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുവരെ കാടിനകത്ത് കയറിയിട്ട് ആദ്യമായിട്ടാണ് ഒരു കൊമ്പൻ ഇത്രയും സ്പീഡിൽ ഒരു മ്ലാവിനെ കണ്ട് ഓടുന്നത് ഞാൻ കാണുന്നത്. അങ്ങനെ രസകരമായിട്ടുള്ള ആനയോട്ടം എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് വീണ്ടും ഒരു കൂട്ടം ആനകൾ തന്നെയാണ്. നമ്മൾ പോകുന്ന വഴി ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ആനക്കൂട്ടം ഇവിടെ നിൽക്കുന്നത്. അതിൽ ഈ ഒരു ആന അത് ശരിക്കും ഡെലിവറി ഡേറ്റ് അടുത്ത് നിൽക്കുന്ന ഒരു ആനയാണ്. സാധാരണഗതിയിൽ ഈ ആനകളുടെ ഡെലിവറിയുടെ ഒരു വിഷ്വൽ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ കാട്ടാനകൾ ഡെലിവറിയുടെ ഒരു ടൈമിൽ ഈ പ്രസവിക്കാറായ ആനയെ തനിച്ച് നിർത്തും. ഈ പുല്ലെല്ലാം വകഞ്ഞു മാറ്റി നല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു സർഫേസ് റെഡിയാക്കിയിട്ടായിരിക്കും ഈ പ്രസവിക്കാറായ ആന അവിടെ നിൽക്കുന്നത്. ബാക്കിയുള്ള കൂട്ടത്തിലെ എല്ലാ ആനകളും തന്നെ ഈ ഒരു ആനയെ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഡെലിവറിയുടെ ആ ഒരു ടൈം അടുക്കുമ്പോൾ മറ്റാനകളെയോ കൊമ്പന്മാരെയോ അതുപോലെ തന്നെ മറ്റെന്ത് ജീവികളോ വന്നാലും ഈ ഒരു ഭാഗത്തേക്ക് അവർ അടുപ്പിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ കൂട്ടത്തിലുള്ള ആനകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്ന ആ ഒരു ടൈം തൊട്ട് അതിൻ്റെ കുഞ്ഞ് ഒരുവിധം ആവുന്നത് വരെ കൂട്ടത്തിലുള്ള എല്ലാ ആനകളും വളരെ കെയറിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുള്ള ടൈമിൽ നമ്മൾ അടുത്ത് ചെല്ലാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആനകൾ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഈ ആനക്കൂട്ടം ഈ ഒരു ആനക്കുട്ടിയെ വളരെയധികം കെയർ ചെയ്യാനായിട്ടുള്ളൊരു കാരണം ചിലപ്പോൾ ഇതായിരിക്കാം. ഈ ആനകളുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 20 തൊട്ട് 22 മാസം വരെയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് അവരുടെ കൂട്ടത്തിലേക്ക് ഒരു കുട്ടി വരുന്നത്. അപ്പോൾ ഈ കുട്ടിയാനയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു കൂട്ടത്തിലുള്ള എല്ലാ ആനകളും കവർ ചെയ്തിട്ടായിരിക്കും നടക്കുക. അതായത് ഒരു ആനക്കൂട്ടം പോവുകയാണെങ്കിൽ തന്നെ ആ ആനക്കൂട്ടത്തിൻ്റെ ഒത്ത നടുക്കായിട്ടായിരിക്കും കുട്ടിയാന ഉണ്ടാവുക. ഇവരെന്തിനെങ്കിലും കണ്ട് പേടിച്ച് ഓടിയാൽ പോലും ആ കുട്ടിയാന ഒപ്പം ഇല്ലേ എന്നുള്ളത് തിരിഞ്ഞു നോക്കിയതിന് ശേഷമായിരിക്കും അവർ ഓടുന്നത് തന്നെ. ആ ഒരു വിഷ്വൽ എന്തായാലും വീഡിയോയുടെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ കുട്ടിയാനയെ കൊണ്ട് ഓടുന്നതും ആ കുട്ടിയാനയെ തിരിഞ്ഞു നോക്കുന്നതും ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ജനിച്ച ഉടനെയുള്ള ഒരു ആനക്കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3 അടിയോളമാണ്. അതുപോലെ തന്നെ ഏകദേശം 100 തൊട്ട് 150 കിലോഗ്രാം വരെ ഭാരവും കാണും പുതിയതായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിയാനയ്ക്ക്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള നാനാച്ചി വീഡിയോയിൽ ജനിച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂർ മാത്രമായിട്ടുള്ള ഒരു കുട്ടിയാനയും അതിൻ്റെ തള്ളയാനയും അതിൻ്റെ ഒരു ആനക്കൂട്ടവും എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ അമ്മയാനയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലീഡിങ്ങിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ കുറേ നേരം നമ്മൾ ഈ ഒരു ആനക്കൂട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോഴാണ് പുല്ലിൻ്റെ ഇടയിൽ നിന്ന് ചെറിയൊരു കുട്ടിയാന ഇറങ്ങി വരുന്നത് കണ്ടത്. ശരിക്കും പുല്ലൊന്നും പറിച്ച് കഴിക്കാനുള്ളൊരു പ്രായം പോലും ആയിട്ടില്ല പുള്ളിക്ക്.
അങ്ങനെ കുറേ നേരം ആനക്കാഴ്ചകളെല്ലാം കണ്ടവിടെ നിന്നപ്പോൾ ആനകൾക്ക് പെട്ടെന്ന് നമ്മുടെ പ്രസൻസ് മനസ്സിലായി. നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയതും കൂട്ടത്തിൽ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നേരെ മലയുടെ മുകളിലേക്ക് ഒരു ഓട്ടം അങ്ങ് ഓടി. ഈ ആനകൾ ഓടുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു വാലിങ്ങനെ നീട്ടി മുകളിലേക്ക് പിടിക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും ഈ ഒരു വാലിങ്ങനെ പൊക്കി പിടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഇത്രയും വലിയ ശരീരം നല്ല സ്പീഡിൽ ഓടുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ബാലൻസ് കിട്ടുന്നതിനായിട്ട് ഈ വാല് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നേരെ ഓടിക്കൊണ്ടിരുന്ന ആനകൾ തിരിഞ്ഞു നോക്കി അവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു കുട്ടി ഒപ്പം ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വീണ്ടും മുന്നോട്ട് ഓട്ടം തുടരുന്നത്. ഇവർ എത്ര വലിയ അപകടത്തിലാണെങ്കിൽ പോലും ഇവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ കുട്ടിയുടെ സേഫ്റ്റി നോക്കിയിട്ടായിരിക്കും ഇവർ ഓടുന്നത്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷ്വല്. കഴിഞ്ഞ തവണ ഇതുപോലെ പുല്ലിൻ്റെ ഇടയിലൂടെ കാട്ടുപോത്താണ് ഓടിയെന്നുണ്ടെങ്കിൽ ഇത്തവണ ഈ പുല്ല് പകഞ്ഞു മാറ്റി ഓടുന്നത് ഒരു കൂട്ടം ആനകളാണ്. ഈ ഓടുന്ന ആനകളുടെ സൈഡിലായിട്ട് തന്നെ കുട്ടിയാന ഉണ്ടെങ്കിലും ഇത്രയും വലിപ്പത്തിൽ പുല്ല് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടിയാനയെ പെട്ടെന്ന് കാണാനും പറ്റില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ആനകൾ ഇതിലേക്ക് കൂടി ഓടുമ്പോൾ പുല്ലിന് അത്ര ഹൈറ്റ് ഒന്നും തോന്നുന്നില്ലെങ്കിലും ഏകദേശം 6 അടിയോളം ഉയരത്തിലാണ് ഈ പുല്ലുകൾ നിൽക്കുന്നത്. അങ്ങനെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആനകൾ നമ്മൾ പോകാനുള്ള വഴിയിൽ നിന്ന് മാറി നേരെ മുകളിലേക്ക് ഓടി കയറിയിട്ടുണ്ട്. പക്ഷെ ഓടി കയറിയെങ്കിലും അവർ നമ്മൾ പോകാനുള്ള ഒരു വഴിയുടെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുകൂടി നമ്മൾ ട്രെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് അത് തിരിച്ചിറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിയുടെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ചെറിയൊരു കുന്ന് കണ്ടില്ലേ, അതിന് മുകളിലായിട്ടാണ് ഇപ്പോൾ ആ ഒരു ആനക്കൂട്ടം തമ്പടിച്ചിട്ടുള്ളത്. എന്തായാലും തിരിച്ചിറങ്ങി വരാനായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാതെ വീണ്ടും നടന്നു തുടങ്ങി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മുകളിലുള്ളതിൻ്റെ അത്രയും ഹൈറ്റ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇവിടെയും പുല്ലുകളുള്ളത്. ഈ പുല്ലുള്ള ഭാഗത്തൂടെ നമ്മൾ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാരണം കരടിയോ കടുവയോ അങ്ങനെ എന്തെങ്കിലും അനിമൽസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഇന്ത്യൻ വൈൽഡ് ഗൗറാണ്, അതായത് നമ്മുടെ കാട്ടുപോത്ത്. ഇത്രയും നേരം നമ്മൾ മലയുടെ മുകളിലൊക്കെ നടന്നെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 എണ്ണത്തിനെ കണ്ടതല്ലാതെ ഒരു കൂട്ടത്തിനെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നെക്സ്റ്റ് ഡേയിലെ ജംഗിൾ സഫാരി പോയ ടൈമിലും ഇതിനേക്കാളും വലിയ ഒരു കൂട്ടത്തെയും നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ റോഡിൻ്റെ സൈഡിലേക്ക് എത്തിയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ മലയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആനകളാണ്. ആനകളുടെ കുറേ വിഷ്വൽസ് നല്ല ഭംഗിയായിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കണ്ട ആനകളെ ഒന്നും വീഡിയോയിൽ പകർത്താനായിട്ടും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇവർ നിന്നിരുന്ന ആ ഒരു ഫ്രെയിമും ആ ഒരു കാഴ്ചയൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയതുകൊണ്ട് മാത്രം വീഡിയോയിലേക്ക് പകർത്തിയെന്ന് മാത്രം.
അങ്ങനെ ആനകളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് റോഡിലേക്ക് ഇറങ്ങി. ഇനി നടന്ന് നമ്മൾ ക്യാമ്പ് ഷെഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയതുകൊണ്ട് തന്നെ ക്യാമ്പ് ഷെഡിലെ കാഴ്ചകളും നെക്സ്റ്റ് ഡേയിലെ ജംഗിൾ സഫാരിയും അങ്ങനെയുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ആന വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മടിക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.